ഗർഭനിരോധനത്തിന് കുത്തിവയ്പെടുക്കുന്ന മാർഗം പുതുതായി കൊണ്ടുവരുമെന്ന് മന്ത്രി അനുപ്രിയ പട്ടേൽ. പൂർണ്ണ ആരോഗ്യവാന്മാരായ 100 പേരിൽ ഒരാൾ ഗുരുതര ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീനുകളെ വഹിക്കുന്നുവെന്ന പഠനം. പൊണ്ണത്തടി കുറച്ചാൽ രക്തജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കാമെന്ന് ഗവേഷകർ. വിശദാംശങ്ങളിലേക്ക്. ഗർഭനിരോധനത്തിന് കുത്തിവയ്പെടുക്കുന്ന മാർഗം പുതുതായി കൊണ്ടുവരുമെന്ന് മന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയെ അറിയിച്ചു. ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ആദ്യം ആരംഭിക്കും. തുടർന്ന് ഘട്ടം ഘട്ടമായി മറ്റ് സർക്കാർ ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കും. കുടുംബാസൂത്രണം കാര്യക്ഷമമാക്കാൻ പുതിയ ഗർഭനിരോധന മാർഗങ്ങൾക്കൊപ്പം മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളും ലക്ഷ്യമിടുന്നതായി മന്ത്രി പറഞ്ഞു. പുരുഷവന്ധ്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പട്ടം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രീത PR ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടറെ, വിവിധ കാരണങ്ങൾ കൊണ്ട് ലോകമെമ്പാടും ഈ വന്ധ്യതയുടെ നിരക്ക് ഉയർന്നു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പുരുഷവന്ധ്യത കൂടി വരുന്നത്? വന്ധ്യതയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പുരുഷവന്ധ്യത. അതായത് 40% വന്ധ്യതയുടെ കാരണം പുരുഷവന്ധ്യതയാണ്. അതിൽ പുരുഷവന്ധ്യതയുടെ കാരണം ഇപ്പം പണ്ടത്തെക്കാളും വളരെ കൂടുതൽ. 40% പണ്ട് 10% ഇപ്പം 40% ഉയർന്നു വന്നിരിക്കുകയാണ് പുരുഷവന്ധ്യത കാരണമുള്ള വന്ധ്യത. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സും പിന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതായത് പണ്ട് ഇതിൽ ഏറ്റവും ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന പൊല്യൂഷനിൽ മെയിൻലി ഈ സ്മോക്കും അങ്ങനത്തെ ഡസ്റ്റ് അങ്ങനത്തെ വസ്തുക്കൾ, സ്മോക്കും ഈ വാഹനങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രജൻ, അതായത് സ്ത്രീകളിൽ കൂടുതലാകുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോൺ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ശേഷി ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിലുണ്ട്. അതായത് അതിനെല്ലാം ഒരു ചെറിയ എൻസൈമിൻ്റെ എഫക്റ്റ് ഉള്ളത് കാരണം ഈ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രജൻ ഹോർമോണാക്കും. ഈ ഹോർമോൺ ഈസ്ട്രജൻ കൂടുമ്പോൾ പുരുഷന്മാരുടെ ഹോർമോണിൻ്റെ അളവ് കുറയും, സ്ത്രീകളുടെ ഹോർമോൺ കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് മെയിൻലി ഈ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് പണ്ടത്തേക്കാളും ഇപ്പോൾ പുരുഷവന്ധ്യതയുടെ കാരണം കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ബാക്കി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇപ്പം പണ്ടത്തെ പോലെ എക്സസൈസ് ഒന്നും ഇപ്പം പലർക്കും അത്രയില്ല. പിന്നെ പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസാണ് ഇപ്പോഴത്തെ പുരുഷവന്ധ്യതയ്ക്ക്. 100-120 കിലോയുള്ള ആൾക്കാർ നമ്മൾ പ്രഗ്നൻസി ആവാതെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. അതൊരു മെയിൻ റീസൺ. അതൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൻ്റെ പ്രോബ്ലംസ് കൊണ്ടാണ്. മെയിൻലി ഫുഡ്, ജങ്ക് ഫുഡ്സ്. ഇപ്പോൾ നോർമലി പണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിരുന്ന ആണുങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പം പലരും പുറത്തുനിന്നാണ് മിക്കവാറും ജോലിയുടെ പ്രശ്നങ്ങളും അങ്ങനത്തെ പല കാരണങ്ങളും കണ്ട് ഹോട്ടൽ ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സാണ് മെയിൻലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സും ഈ പൊല്യൂഷനുമാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് പണ്ടത്തേക്കാളും ഇപ്പോൾ ഈ പുരുഷവന്ധ്യതയുടെ ഇത് ശതമാനം കൂടാനുള്ള കാര്യം. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഒപ്പം തന്നെ ഈ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുക, ഇതെല്ലാം പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇത് എത്രത്തോളം ശരിയാണ്? അത് വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി സ്റ്റെറിലിറ്റി ജേർണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ടുണ്ട് ഇറങ്ങുന്ന ഒരു ജേർണലുണ്ട്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഉള്ള സ്റ്റഡീസ് എല്ലാം, പഠനങ്ങളെല്ലാം പുറത്തു വരുന്ന ആ ജേർണലിൽ കൂടെ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടൊരു ജേർണൽ ലാപ്ടോപ്പ് യൂസേഴ്സിന് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അതിന് മെയിൻ കാരണം പറയുന്നത് ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയോ ഒന്നുമല്ല, ക്വാളിറ്റി. ബീജത്തിൻ്റെ കൗണ്ട് നോർമലായിരിക്കും, ചലനശേഷി നോർമലായിരിക്കും, പക്ഷേ ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ആണ്. ഇപ്പോഴത്തെ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് ഈ വന്ധ്യതയ്ക്ക്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ടെക്നോ പാർക്ക് ഏറ്റവും കൂടുതൽ വന്ധ്യത കാണുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ IT മേഖലയിൽ. അപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ഇൻഫെർട്ടൈൽ അല്ലെങ്കിൽ വന്ധ്യതയുള്ള കപ്പിൾസിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു
ഇവിടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പല കൺട്രീസിലുള്ള IT പ്രൊഫഷണൽസിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു ഇത് റിസൾട്ട് കിട്ടിയത്. അതായത് ലാപ്ടോപ്പ് യൂസേഴ്സിന് പുരുഷവന്ധ്യതയുടെ ഇത് കൂടുതലാണ്. കാരണം മെയിൻലി ഇൻഫെർട്ടൈൽ പേഷ്യൻസിൻ്റെ ഈ സെമൻ്റെ ക്വാളിറ്റിയുടെ ഒരു വ്യത്യാസം കൊണ്ടാണ്. അത് വളരെ ശരിയാണ്. നമുക്ക് ഈ ടെൻഷനും ഈ ഫെർട്ടിലിറ്റി ആയിട്ട് ഏതെങ്കിലും രീതിയിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? ടെൻഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണ്. സ്ട്രെസ്സിന് ശരീരത്തിൽ പല രീതിയിൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഒന്നുകിൽ ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ പല രീതിയിലായിരിക്കും. ഒന്നുകിൽ നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷനായിരിക്കും, ഒന്നുകിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട്, ഇപ്പം ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി വേറൊരു ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് മാറി. ഇതെല്ലാം ക്ലൈമറ്റോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വ്യത്യാസം, ഇതെല്ലാം നമുക്ക് ഒരു ബോഡിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. ഇതിനെല്ലാം മെയിൻലി സ്ട്രെസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ മെയിൻലി ഉണ്ടാക്കുന്ന ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് ഉണ്ടാക്കുക. അതായത് ഫ്രീ റാഡിക്കൽ, ഇപ്പം നമ്മൾ ഏജിങ് അല്ലെങ്കിൽ ഒരു പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് പ്രായമാകുന്നത് വെച്ചാൽ ഒരു ഫ്രീ റാഡിക്കൽസ്, നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഓക്സിജൻ എന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഫ്രീ റാഡിക്കൽസ്. അത് നമുക്ക് ബോഡിയിലേക്ക് ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ ഏജിങ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ബോഡിക്ക് ഓരോ സെൽസ് ഡെത്ത് ആവുന്നൊരു സാധനമാണ് ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് ഡൈ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓക്സിജൻ, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസ് ബീജത്തിനെ നശിപ്പിക്കും. ബീജത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വന്ധ്യത ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. അതായത് നേരത്തെ പറഞ്ഞ സ്ട്രെസ് കാരണം ഈ ഫ്രീ റാഡിക്കൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അത് ബീജത്തിനെ നശിപ്പിക്കും. ബീജത്തിനെ മാത്രമല്ല, ബോഡിയിലുള്ള മിക്കവാറും സെൽസിനെയൊക്കെ നശിപ്പിക്കും. അത് പുരുഷവന്ധ്യതയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീവന്ധ്യതയ്ക്കും കാരണമാണ്. പുരുഷവന്ധ്യതയ്ക്ക് കാരണം കൂടുതലെന്ന് പറയാൻ ഈ ഫ്രീ റാഡിക്കൽസ് വന്ന് സ്പേംസ് അല്ലെങ്കിൽ ബീജത്തിനെ ഡയറക്റ്റായിട്ട് അത് നശിപ്പിച്ചിട്ട് ഒന്നുകിൽ അതിനെ ജീവൻ നശിപ്പിക്കും. ഇപ്പം അതിൻ്റെ കൗണ്ട് നോർമലായിരിക്കും, പക്ഷേ അതിന് ചലനശേഷി ഇല്ലാതാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സ് വലിയൊരു റീസണാണ് ഈ പുരുഷവന്ധ്യതയ്ക്ക്. ഈ പുരുഷവന്ധ്യതയുടെ കാരണങ്ങൾ നമുക്ക് നേരത്തെ കണ്ടെത്താൻ കഴിയുമോ? പുരുഷവന്ധ്യതയുടെ ഇപ്പോൾ കുറച്ച് കാരണങ്ങൾ, ഇപ്പം രമേഷ് പറഞ്ഞതുപോലെ, ഇപ്പം ലാപ്ടോപ്പ് യൂസ്, ഇതൊക്കെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ്. ലാപ്ടോപ്പ് യൂസ്, മൊബൈൽ യൂസ്, സ്ട്രെസ്സ്, ഇങ്ങനത്തെ കാരണങ്ങൾ. വേറെ കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം പുരുഷവന്ധ്യത എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമലി ഒരു പുരുഷന് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്. ഈ ടെസ്റ്റിസിൽ നിന്ന് ബീജം ഉൽപ്പാദിപ്പിക്കുന്നതിന് 2 ഹോർമോൺ വേണം. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോർമോൺസ് ഉണ്ടാകുന്ന നമ്മുടെ തലയ്ക്കകത്ത് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയിൽ നിന്നുള്ള FSH LH എന്ന് പറഞ്ഞ ഈ 2 ഹോർമോൺസ് തലയിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അത് ടെസ്റ്റിസിൽ ആക്ട് ചെയ്ത്, ആ ടെസ്റ്റിസിൽ ചെറിയ ചെറിയ സെമിനിഫറസ് ട്യൂബ്യൂൾസ് പറഞ്ഞ ട്യൂബ്യൂൾസ് ഉണ്ട്, അതിനകത്ത് വന്ന് ആക്ട് ചെയ്ത് അവിടുത്തെ സെൽസിനെ ആക്ട് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഹോർമോൺസാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോണാണ് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുരുഷവന്ധ്യതയ്ക്ക് കാരണം ഒന്നുകിൽ പ്രീ ടെസ്റ്റിക്കുലർ, അതായത് ടെസ്റ്റിസിൽ എത്തുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും കാരണമായിരിക്കും. അതായത് തലയ്ക്കകത്ത് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിലുള്ളതായിരിക്കും. അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ആയിരിക്കും, ടെസ്റ്റിസിൽ എന്തെങ്കിലും ആഘാതം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയായിരിക്കും. അല്ലെങ്കിൽ പോസ്റ്റ് ടെസ്റ്റിസിൽ ബീജം എല്ലാം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തോട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഈ 3 കാരണങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം ഈ പ്രീ ടെസ്റ്റിക്കുലറാണ്. അതായത് നമ്മുടെ ഹോർമോൺസ്, തലയിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ വ്യത്യാസം ഉണ്ടാക്കും. അതാണ് ഈ പ്രീ ടെസ്റ്റിക്കുലർ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഹോർമോൺസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഇതും ഈ ഹോർമോൺസിന് വ്യത്യാസം ഉണ്ടാക്കും. പിന്നെ ഡയബറ്റിസ്, രക്തത്തിൽ ഷുഗറിൻ്റെ അംശം വളരെ കൂടുതലായിട്ടുള്ള ആണുങ്ങൾക്ക് ഈ ഹോർമോൺസിൻ്റെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സസൈസ് ആയിട്ട് ഇപ്പം അത്ലറ്റ്സ് ഒക്കെ ഉണ്ട്, എക്സസീവ് സ്ട്രെനസ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, അത്ലറ്റ്സ് അല്ലെങ്കിൽ ബൈസൈക്കിൾ റൈഡേഴ്സ്, ഈ റേസിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെയധികം സ്ട്രെയിൻ എടുക്കുന്നതാണ്. അവർക്കും ഈ തലയിൽ നിന്നുള്ള ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ വ്യത്യാസം ഉണ്ടാക്കാം. ഇതെല്ലാം പ്രീ ടെസ്റ്റിക്കുലർ കോസസ് ആണ്, ടെസ്റ്റിസിൽ വരുന്നതിന് മുമ്പുള്ള കോസാണ്. പിന്നെ ടെസ്റ്റിക്കുലർ കോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടെസ്റ്റിസിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിസിന് എന്തെങ്കിലും ആഘാതം സംഭവിക്കുകയാണ്. ഒന്ന് ഇഞ്ചുറി, മെയിൻലി സ്പോർട്സിനൊക്കെ സാധാരണ പോകുന്ന ആൾക്കാർ മിക്കവാറും അവർ പ്രൊട്ടക്റ്റീവ് ക്യാപ്സ് യൂസ് ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ ടെസ്റ്റിസിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്ന് ബീജോൽപാദനത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ടെസ്റ്റിക്കുലർ കോസ് എന്ന് പറയുന്നത് വെരിക്കോസിലാണ്.
അതായത് ടെസ്റ്റിസിലോട്ട് വരുന്ന ബ്ലഡ് സപ്ലൈ, ബ്ലഡ് വെസൽസ്, വെയിൻസ് എല്ലാം ഡയലേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. നോർമലി ഒരു 15% ആണുങ്ങൾക്ക് വെരിക്കോസ് സീൽ കാണാറുണ്ട്. പക്ഷേ അവർക്കെല്ലാം വന്ധ്യത വരണമെന്നില്ല. പക്ഷേ ഇൻഫെർട്ടൈൽ, അപ്പോൾ വന്ധ്യതയുള്ള പുരുഷന്മാരെ നോക്കിയാൽ അതിലൊരു 40% ആണുങ്ങൾക്കും ഈ വെരിക്കോസിലിൻ്റെ പ്രോബ്ലം കാണും. അപ്പം ഈ വെരിക്കോസിൽ നമ്മൾ ഗ്രേഡ് ചെയ്യും, ഗ്രേഡ് 1, 2, 3, 4 എന്ന് ഗ്രേഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഗ്രേഡ് 3 ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ സർജറി ചെയ്ത് അത് മാറ്റേണ്ട കാര്യമുള്ളൂ. കാരണം വെരിക്കോസിൽ എപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകില്ല, പക്ഷേ അതിൻ്റെ ഗ്രേഡ് കൂടുന്തോറും അത് വന്ധ്യതയ്ക്ക് കാരണമാകും. പിന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോങ് റൈഡൊക്കെ ചെയ്യുന്ന, ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്കാർ, വളരെ ദൂരം ഒരുമിച്ച് ഒരേ സ്ട്രെയിനിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ഈ ഹീറ്റിൽ കൂടുതലായിട്ട് ഈ ഓക്കുപ്പേഷൻ അങ്ങനത്തെ ഇപ്പം ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ ഈ ബോഡി ഹീറ്റ് കൂടുതലായിരിക്കും. നോർമലി ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ ബോഡിയിലെ ടെമ്പറേച്ചറിനേക്കാളും 1 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. പക്ഷേ ഈ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കുറവല്ലാതെ ഇപ്പം ഗൾഫിലൊക്കെ എപ്പോഴും ചൂട്, ഇപ്പം കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ടെസ്റ്റിസ് ടെമ്പറേച്ചർ റൈസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും ബീജോൽപാദനം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. ഇതെല്ലാം ടെസ്റ്റിക്കുലർ കോസാണ്. പിന്നെ ചെറുതിലെ മംസ് എന്ന് പറയുന്നൊരു അസുഖമുണ്ട്, മുണ്ടുനീരെന്ന് സാധാരണ പറയാറുണ്ട്. ആ അസുഖം മംസ് എന്ന് പറഞ്ഞാൽ ഈ പരോട്ടിഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ചീക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ഗ്രന്ഥിയാണ്. പക്ഷേ ഈ വൈറസിനൊരു പെക്യുലിയാരിറ്റി ഉണ്ട്. ഈ വൈറസ് ഈ പരോട്ടിഡ് ഗ്ലാൻഡിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഓർക്കൈറ്റിസ്, അതായത് ടെസ്റ്റിസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ആ ഏജിൽ ഒരു 13 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയൊക്കെയാണ് സാധാരണ ഇത് കാണുന്നത്. ആ ഏജിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ടെസ്റ്റിനെ നശിപ്പിച്ച് പിന്നെ ബീജോത്പാദനം ഇല്ലാതാക്കാനുള്ള ഒരു ശേഷി ഈ മംസ് എന്ന് പറയുന്ന അസുഖത്തിനുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലില്ലെങ്കിലും പുറത്തുള്ള സ്റ്റേറ്റുകളിൽ വളരെ കോമൺ ആയിട്ടുള്ളത് മലേറിയ അഫക്റ്റ് ചെയ്ത ആൾക്കാർക്കും ടെസ്റ്റിസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബീജോത്പാദനം കുറയാനും ബീജോത്പാദനം ഇല്ലാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ടെസ്റ്റിക്കുലർ കോസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് പോസ്റ്റ് ടെസ്റ്റിക്കുലർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിന് ബീജം എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിന് നല്ല ഘടനയുണ്ട്, നല്ല മോട്ടിലിറ്റി ഉണ്ട്. പക്ഷേ അതിന് പുറത്തോട്ട് വരാനുള്ള ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ട്. അതായത് അതിന് പുറത്തോട്ട് വരുന്ന എപ്പിഡൈമിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാസ് ഡിഫറൻസ് വഴി പുറത്തോട്ട് വരുന്നൊരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ ഈ ബീജം ഉൽപ്പാദിപ്പിച്ചാലും അതിന് പുറത്തോട്ട് വരാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയും. അതായത് ബീജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് പുറത്തോട്ട് വരില്ല. അതിന് പകരം അത് തിരിച്ച് മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലോട്ട് പോകും. പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബീജം ഉണ്ടാകും. അതിനാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം പോസ്റ്റ് ടെസ്റ്റിക്കുലർ കോസസ് ആണ്. അത് ടെസ്റ്റിസിൽ എല്ലാം പ്രൊഡക്ഷനുണ്ട്, പക്ഷേ പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ചോദിച്ചത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പുരുഷവന്ധ്യതയുടെ കാരണം. അത് മെയിൻലി നമുക്ക് ക്ലിനിക്കൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും വരികയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ വൈഫിനെ ആദ്യം ടെസ്റ്റ് ചെയ്യാറില്ല. ആദ്യം ഹസ്ബൻഡിൻ്റെ സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ വൈഫിൻ്റെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാറുള്ളൂ. ഹിസ്റ്ററി എല്ലാം എടുക്കും, പക്ഷേ എന്തെങ്കിലും ടെസ്റ്റായിട്ട് ചെയ്യുന്നത് പിന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഹിസ്റ്ററി ചോദിക്കും, എന്തെങ്കിലും അവർക്ക് ഇൻ്റർകോഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ അവർക്ക് ഇപ്പോൾ നേരത്തെ ചെറുതിലെ മംസിൻ്റെ അസുഖം വന്നിട്ടുണ്ടോ, റേഡിയേഷൻ വല്ലതും എടുത്തിട്ടുണ്ടോ, ചെറുതിലെ എന്തെങ്കിലും ക്യാൻസറോ, ഇപ്പം ബ്ലഡ് ക്യാൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസർ ഉണ്ടായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റേഡിയേഷനോ കീമോതെറാപ്പിയോ എടുത്താൽ പോലും ആ സമയത്ത് ചിലപ്പം ടെസ്റ്റിസിനെ അത് റേഡിയേഷൻ എഫക്റ്റ് ചെയ്തിട്ട് പിന്നെ ബീജോത്പാദനം ഇല്ലാതാകും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഹിസ്റ്ററി എടുത്ത് നോക്കുക. പിന്നെ ടോർഷൻ ടെസ്റ്റിസ് എന്നൊരു സംഭവമുണ്ട്. പലപ്പോഴും എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിൽ പുരുഷന്മാർ അല്ലെങ്കിൽ ഇവൻ ചെറിയ കുട്ടികൾ പോലും വരാറുണ്ട് ടെസ്റ്റിസിൽ പെയിനായിട്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റിസിലോട്ടുള്ള രക്തോട്ടം നിൽക്കും. അതിനാണ് ടോർഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റിസ് അവിടെ നിന്ന് പെഡിക്കിളിൽ തിരിഞ്ഞു പോകും. അങ്ങനെയുള്ളപ്പോൾ രക്തോട്ടം നിന്നിട്ട് ചിലപ്പോൾ നമുക്ക് തിരിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ തിരിച്ചത് അൺട്വിസ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ ആ ടെസ്റ്റിസ് റിമൂവ് ചെയ്യാം. അതിന് ഓർക്കിഡക്ടമി എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഈ ഹിസ്റ്ററിയിലെല്ലാം നോർമൽ ആണെങ്കിൽ പിന്നെ ചെയ്യുന്ന എക്സാമിനേഷനാണ്. സാധാരണഗതിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റോ ആണ് ഒരു പുരുഷവന്ധ്യതയുള്ളൊരു ആളെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. മെയിൻലി നോക്കുന്നത് ടെസ്റ്റിസിൻ്റെ സൈസ്. അപ്പം നോർമലി ഒരു 10 cc ഒക്കെ കാണാറുണ്ട് ഒരു ടെസ്റ്റിസിൻ്റെ സൈസ്.
മിനിമം സൈസ് അത്രയും വേണം. പിന്നെ ഓർക്കിഡോമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് വെച്ച് നമുക്ക് സൈസ് മെഷർ ചെയ്യാം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടോ എന്ന് നോക്കും, അത് പാൽപ്പേറ്റ് ചെയ്തിട്ട് കൈകൊണ്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. വെരിക്കോസിൽ എങ്ങനെയുണ്ട്, അതിൻ്റെ ഗ്രേഡിങ് അതെല്ലാം. ഇനിയിപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നത് അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അതായത് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത സൈസ് നോർമൽ അത്രയും തന്നെ ഉള്ളൂ. പിന്നെ ഈ വെരിക്കോസ് വെയിൻ ഡോപ്ലർ സ്റ്റഡി ചെയ്ത് നോക്കിയാൽ വെരിക്കോസ് വെയിൻ്റെ ഇതറിയാൻ പറ്റും. ടെസ്റ്റിസോട്ട് ബ്ലഡ് സപ്ലൈ ഉണ്ടോ, ഇതെല്ലാമാണ് സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് സെമൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കുക. സെമൻ്റെ വോളിയം, ഇപ്പം ടെസ്റ്റിസ് നേരത്തെ പറഞ്ഞ പോലെ ബീജ ഉൽപ്പാദനം കൊണ്ട് പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ വോളിയം കുറവായിരിക്കും, ചിലപ്പം വോളിയം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നോർമലി ഒരു 2 to 4 ml വോളിയം നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതിൽ കുറവാണോ കൂടുതലാണോ നോർമലാണോ. പിന്നെ നോക്കുന്നത് അതിൻ്റെ കൗണ്ട്, ടോട്ടൽ കൗണ്ട്. നോർമലി ഒരു ഇജാക്കുലേറ്റിൻ്റെ കൗണ്ടെന്ന് പറയുമ്പം മിനിമം 20 മില്യൺ വേണമെന്നാണ് പറയുന്നത്. 20 മില്യനാണ് 20 മില്യന് മേളിൽ വേണം. പിന്നെ മോട്ടിലിറ്റി, അതിൻ്റെ ചലനശേഷി, അതിന് മൂവ് ചെയ്യാനുള്ള ശേഷി, അത് 50% കൂടുതൽ വേണം. പിന്നെ ഘടന എന്ന് പറയുമ്പോൾ മോർഫോളജി എന്ന് പറയും. നോർമലാണോ അബ്നോർമലാണോ. ഇപ്പം ജീവനുള്ള ബീജമാണെങ്കിൽ പോലും അതിൻ്റെ ഘടന നോർമൽ ആണെങ്കിൽ മാത്രമേ പ്രഗ്നൻസി ആകാൻ കഴിയുള്ളൂ. അപ്പം ഘടന നോർമലി ഒരു 4% മാത്രമേ, സാധാരണഗതിയിൽ 4%മാണ് മിനിമം വേണ്ടത്. ഇപ്പോൾ 100 ബീജം ഉണ്ടെങ്കിൽ 4 നോർമലായിട്ടുണ്ടെങ്കിൽ അതിന് നോർമൽ സെമൻ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നോക്കുന്നത്, ചില ആൾക്കാർക്ക് ഇൻഫെക്ഷനൊക്കെ ഉള്ളപ്പം ഈ സെമനകത്ത് പസൽസ് ഉണ്ടോ, പഴുപ്പുണ്ടോ, ഇതൊക്കെ നോക്കാറുണ്ട്. പസൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് ട്രീറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 6 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോർമലായിരിക്കും. ബാക്കി പസൽസ് അല്ലെങ്കിൽ പഴുപ്പുള്ളപ്പം ബാക്കി ഫാക്ടേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ഇൻ കേസ് ഒരാൾക്ക് ബീജം തീരെ ഇല്ല, നമുക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മളൊരിക്കലും ഒരാളെ ഇല്ലയെന്നും പറഞ്ഞു വിടില്ല. അത് ചിലപ്പം ടെസ്റ്റ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും, എടുത്ത് കൊടുത്തതിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും ഒരു 2 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഇനി 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഒരു 6 ആഴ്ച വ്യത്യാസത്തിൽ 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തും അത് നോർമൽ അല്ലെങ്കിൽ, ഇപ്പം ക്വാണ്ടിറ്റി വളരെ കുറവോ അല്ലെങ്കിൽ കൗണ്ട് തീരെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി നോ സ്പെർംസ്, അതിനെ എസോസ്പെർമിയ എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മളിതിനെ റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺസ് ചെക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയിൻ 2 ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ FSH, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണ് FSH, അതും പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ, അത് ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഈ 2 ഹോർമോൺ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സാധാരണ നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ. ഡോക്ടർ, എന്നാലും നമുക്കിനി ചികിത്സാ രീതിയിലേക്ക് വരണം. അതിനു മുമ്പ് ഒരു ഇടവേള. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഡോക്ടർ, വീണ്ടും സ്വാഗതം. പുരുഷവന്ധ്യതയുടെ കാരണങ്ങളും അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നും ഡോക്ടർ സൂചിപ്പിച്ചു. ഇനി പുരുഷവന്ധ്യതയ്ക്കുള്ള ആധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? പുരുഷവന്ധ്യതയ്ക്കുള്ള ചികിത്സ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, ഇപ്പം പ്രീ ടെസ്റ്റിക്കുലർ കോസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ഹോർമോൺസ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യും. മെഡിസിൻസ് വെച്ച് തന്നെ, മിക്കവാറും മെഡിസിൻസ് വെച്ച് നമുക്ക് ഈ കൗണ്ടും ഒക്കെ കൂട്ടാൻ പറ്റും. ഇനിയിപ്പം ടെസ്റ്റിക്കുലർ കോസാണ്, ഈ മംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ടുണ്ടായി, ഇല്ല റേഡിയേഷൻ എടുത്ത് നശിച്ചു പോയ ടെസ്റ്റിസ് ആണെങ്കിൽ നമുക്ക് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെരിക്കോസീൽ നേരത്തെ പറഞ്ഞ വെരിക്കോസീലാണ്, ഗ്രേഡ് 3 ഒക്കെയാണ്, നമുക്ക് ഇതിൻ്റെ സർജറി ചെയ്യാൻ പറ്റും.
പിന്നെ വെരിക്കോസിലെക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് കോസ് എന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ്. ഇനി പോസ്റ്റ് ടെസ്റ്റിക്കുലർ നേരത്തെ പറഞ്ഞ പോലെ ബീജം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, പുറത്തോട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന 2 ഓപ്ഷനാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ചെറിയ മൈക്രോ സർജറി. ഇത് ഈ ട്യൂബെല്ലാം വളരെ ചെറുതായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അത് നാരോ ആവും. അതുകൊണ്ട് 2 ഓപ്ഷൻ കൊടുക്കും. ഒന്നീ സർജറി ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ബീജം ഉൽപ്പാദിപ്പിച്ച് ടെസ്റ്റിസിലുണ്ട്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റിസിൽ നിന്ന് കുത്തിയെടുത്ത് IVFO അല്ലെങ്കിൽ ICSI എന്ന് പറയുന്ന ടെസ്റ്റോ ചെയ്യാം. സാധാരണ ബീജം ഉൽപ്പാദിപ്പിക്കാത്ത നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്, എസൂസ്പെർമിയ എന്ന് പറയുമ്പോൾ. എസൂസ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജം ഒന്നുമില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം ഇത് എന്തുകൊണ്ടാണ്, വെദർ ഇത് പ്രൊഡക്ഷൻ ഇല്ലാത്തതാണോ, ടെസ്റ്റിസിൽ നിന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാത്തതാണോ, അതോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്ത് വരാത്തതാണോ എന്ന്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FSH ടെസ്റ്റോസ്റ്റിറോണും 2 ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ ബീജ ഉൽപ്പാദനം ഇല്ലെങ്കിൽ FSH എന്ന് പറയുന്ന ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു 40 മേലേക്ക് ആണെങ്കിൽ ടെസ്റ്റിസിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വളരെ കുറവാണ്. പക്ഷേ എന്നാലും അങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ സാധാരണഗതിയിൽ ബീജം കിട്ടില്ല, അല്ല ഡോണർ പോകാൻ ആദ്യം പറയില്ല. നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റിസിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കും. കാരണം ടെസ്റ്റിസിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഈ ബീജ ഉൽപ്പാദനം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ചില പെർട്ടിക്കുലർ പാർട്ട്, ഫോക്കൽ സ്പെർമറ്റോജൻസ് എന്ന് പറയും, ചില ഏരിയയിൽ നിന്ന് മാത്രം ചിലപ്പോൾ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ടെസ്റ്റിസിൽ നിന്ന് പല സൈറ്റിൽ നിന്നും ബയോപ്സി എടുത്തിട്ട് അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി ടെസ്റ്റിസ് വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മളത് ഫ്രീസ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ക്രയോ പ്രിസർവ് ചെയ്ത് വയ്ക്കും ലിക്വിഡ് നൈട്രജനിൽ. ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രി സെൽഷ്യസിൽ ക്രയോ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ ഫ്യൂച്ചർ പ്രഗ്നൻസിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നമുക്ക് ടെസ്റ്റിക്കുലർ ബയോപ്സി ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ് മൈക്രോടിസ എന്ന് പറയുന്നത്. മൈക്രോടിസ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു 6000 ടൈംസ് മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് വെച്ച് ഇത് നോക്കും. ഈ ടെസ്റ്റിസ് നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബ്യൂൾസിൽ നിന്നാണ് ഈ ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് പറഞ്ഞു. ഇതിനകത്ത് ചില ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂബ്യൂൾസും ബീജം ഇല്ലാത്ത ട്യൂബ്യൂൾസും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂബ്യൂൾസ് വളരെ കട്ടിയുള്ളതും കുറച്ച് കാണുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ട്യൂബ്യൂൾസിന് മാത്രമായിട്ട് നമുക്ക് കുത്തിയെടുത്ത് പരിശോധിച്ച് നോക്കാൻ കഴിയും. അതിനാണ് മൈക്രോടിസ. പലപ്പോഴും ടെസ്റ്റിക്കുലർ ആസ്പിറേഷൻ ചെയ്തിട്ട് കിട്ടാത്തത് പലതും ഈ മൈക്രോടിസയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് ഇപ്പം മെയിൻലി ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലും ആയിട്ടില്ല, മൈക്രോടിസയിലും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പറയുന്നൊരു ഓപ്ഷനാണ് സാധാരണ ഡോണർ. വേറൊരു പുരുഷൻ്റെ ബീജം ഒന്നുകിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ യൂട്രസിനകത്ത് ഇൻജെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ IVF എന്നുള്ള മാർഗത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്ന, ഇപ്പം ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. സ്റ്റെം സെല്ലിൽ ഇപ്പോൾ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ബീജത്തിൻ്റെ ഉൽപ്പാദനം സ്റ്റെം സെൽസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ബീജം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ എസോസ്പെർമിയ, അതായത് ബീജ ഉൽപ്പാദന ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു നല്ല കാര്യമായിരിക്കും. ഓക്കെ, എന്തായാലും പുരുഷ വന്ധ്യതയെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ഡോക്ടർ, ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പൂർണ്ണ ആരോഗ്യവാന്മാരായ 100 പേരിൽ ഒരാൾ ഗുരുതര ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീനുകളെ വഹിക്കുന്നുവെന്ന പഠനം ലണ്ടൻ ഇംപീരിയൽ കോളേജിലെയും MRC ക്ലിനിക്കൽ സയൻസ് സെന്ററിലെയും ശാസ്ത്രജ്ഞർ ചേർന്ന് നടത്തിയ ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. ലോക ജനസംഖ്യയുടെ 1% പേർ ഹൃദ്രോഗ ഭീഷണിയിലാണ് ജീവിക്കുന്നത്. മദ്യപാനം മൂലമോ ഗർഭാവസ്ഥയിലോ ഉണ്ടാകുന്ന അസാധാരണ പിരിമുറുക്കങ്ങൾ ആളുകൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ പോലും ഹൃദ്രോഗത്തിനിടയാക്കും. നാച്ചർ ജെനറ്റിക്സ് എന്ന ജേണലിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചത്. പരിവർത്തനം സംഭവിച്ച ജീനുകളുള്ള എലികളെ നിരീക്ഷിച്ചാണ് നിഗമനത്തിൽ എത്തിയത്. പൊണ്ണത്തടി കുറച്ചാൽ സൗന്ദര്യം മാത്രമല്ല രക്താർബുദം ഉൾപ്പെടെയുള്ള രക്തജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കാമെന്ന് ഗവേഷകർ. അമേരിക്കയിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകരാണ് പൊണ്ണത്തടി രക്തജന്യ രോഗങ്ങൾക്കും ഇടയാക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സിൽ ശേഖരിച്ച രക്താർബുദ രോഗലക്ഷണങ്ങളുള്ള 7878 പേരുടെ ശാരീരിക അവസ്ഥ താരതമ്യം ചെയ്ത് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് എന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഷുഹാങ് ചാങ് പറഞ്ഞു. ഇവരിൽ സാധാരണ ശരീരഭാരമുള്ളവരിൽ രക്താർബുദ സാധ്യത 55% വരെയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ പൊണ്ണത്തടിയുള്ളവരിൽ 98% വരെയാണെന്ന് കണ്ടെത്തി. പ്രധാന റിപ്പോർട്ടുകൾ വീണ്ടും.
ഗർഭനിരോധനത്തിന് കുത്തിവയ്പ് എടുക്കുന്ന മാർഗം പുതുതായി കൊണ്ടുവരുമെന്ന് മന്ത്രി അനുപ്രിയ പട്ടേൽ. പൂർണ്ണ ആരോഗ്യവാന്മാരായ 100 പേരിൽ ഒരാൾ ഗുരുതര ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീനുക്കളെ വഹിക്കുന്നുവെന്ന് പഠനം. പൊണ്ണത്തടി കുറച്ചാൽ രക്തജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കാമെന്ന് ഗവേഷകർ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrtv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrtv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.